ഹായ്, വെൽക്കം ടു എൻട്രി ACCA. എൻ്റെ പേര് എമിൽ ജോസഫ്. നമ്മളിന്ന് എടുക്കുന്നത് ACCA മാനേജ്മെൻറ്റ് അക്കൗണ്ടിങ്ങിലെ ഇൻവെസ്റ്റ്മെൻറ്റ് അപ്രൈസൽ എന്ന ടോപ്പിക്കാണ്. എന്താണ് ഇൻവെസ്റ്റ്മെൻറ്റ് അപ്രൈസൽ? ഇൻവെസ്റ്റ്മെൻറ്റ് അപ്രൈസൽ എന്ന് പറഞ്ഞാൽ നമ്മളിപ്പോൾ ഒരു കമ്പനി തുടങ്ങുമ്പോൾ അതിൽ ഇൻവെസ്റ്റ് ചെയ്യുന്ന ക്യാഷും അതിൽ നിന്ന് റിട്ടേൺ കിട്ടുന്നതും വെച്ച് ആ ഒരു പ്രൊജക്റ്റ് സ്റ്റാർട്ട് ചെയ്യുന്നത് കമ്പനിക്ക് വർത്താണോ എന്ന് മനസ്സിലാക്കുന്ന ഒരു പരിപാടിയാണ് ഇൻവെസ്റ്റ്മെൻറ്റ് അപ്രൈസൽ. ഇൻവെസ്റ്റ്മെൻറ്റ് അപ്രൈസൽ ചെയ്യുമ്പോഴേക്ക് നമുക്ക് മെയിനായിട്ടും അറിയേണ്ടത് ടൈം വാല്യൂ ഓഫ് മണിയാണ്. നമ്മൾ ഇന്ന് ഇൻവെസ്റ്റ് ചെയ്യുന്ന പൈസയ്ക്ക് ഭാവിയിലായിരിക്കും അതിൽ നിന്ന് റിട്ടേൺസ് കിട്ടുന്നത്. ആ ഒരു റിട്ടേൺസ് കിട്ടുന്നതിൻ്റെ വാല്യൂ അറിയുന്നതാണ് ടൈം വാല്യൂ ഓഫ് മണി എന്ന് പറയുന്നത്. എന്ന് വെച്ചാൽ ഇപ്പോൾ നമുക്ക് കിട്ടുന്ന ഒരു ഡോളറാണ് ഇന്ന് കിട്ടുന്നതെങ്കിൽ അത് 1 ഇയർക്ക് ശേഷം $1 കിട്ടുമെങ്കിൽ അതിൻ്റെ ഒരു മൂല്യത്തിൽ വരുന്ന ഡിഫറൻസിനെയാണ് ടൈം വാല്യൂ ഓഫ് മണി എന്ന് പറയുന്നത്. അതിൽ തന്നെ നമുക്ക് പോസിബിൾ റീസൺസ് ഉണ്ട് ഇന്ന് നമ്മൾ ആ ക്യാഷ് കിട്ടാനായിട്ട് പ്രിഫർ ചെയ്യുന്നതിൽ. ഒന്നാമത്തതാണ് ലിക്വിഡിറ്റി പ്രിഫറൻസ്. ലിക്വിഡിറ്റി പ്രിഫറൻസ് എന്ന് വെച്ചാൽ നമുക്കിപ്പോൾ ഒരു ക്യാഷ് ഇന്ന് കിട്ടുവാണെങ്കിൽ ഭാവിയിൽ ഒരു പ്രൊജക്റ്റ് തുടങ്ങി 2 വർഷത്തിന് ശേഷം കിട്ടുന്നതിനേക്കാളും ഇന്ന് കിട്ടുവാണെങ്കിൽ നമുക്ക് ആ പൈസ വേറെ റീഇൻവെസ്റ്റ് ചെയ്യാൻ പറ്റും. അതുപോലെ തന്നെ റിസ്ക് അവോയ്ഡ് ചെയ്യാൻ പറ്റും. ഇന്ന് ക്യാഷ് കിട്ടുവാണെങ്കിൽ നമുക്കത് ഇന്ന് കിട്ടുമെന്നൊരു ഉറപ്പുണ്ട്. അതേസമയം ഭാവിയിലാണ് കിട്ടുന്നതെങ്കിൽ ദർ ഇസ് ഓൾവേസ് ആൻ അൺസർട്ടനിറ്റി ആ എമൗണ്ട് കിട്ടുമോ ഇല്ലയോ എന്നതിൽ. അതുപോലെ തന്നെ ഇൻഫ്ലേഷനാണ് നേരത്തെ പറഞ്ഞതുപോലെ മൂല്യം. ഇന്ന് കിട്ടുന്ന $1 3 വർഷത്തിന് ശേഷം കിട്ടുന്ന $1 തമ്മിലുള്ള ഒരു ഇൻഫ്ലേഷൻ്റെ വ്യത്യാസത്തിനെയും നമ്മൾ കൺസിഡർ ചെയ്യുന്നതാണ് ടൈം വാല്യൂ ഓഫ് മണി എന്ന് പറയുന്നത്. അതിനോട് സംബന്ധിച്ചാണ് ഇപ്പോൾ നമുക്ക് ടൈം വാല്യൂ ഓഫ് മണി ഇന്നിപ്പോൾ ഒരു 10,000 rupees തരാമെന്ന് ഒരാൾ പറഞ്ഞു, അല്ലെങ്കിൽ 12,000 rupees ആഫ്റ്റർ 2 years. സ്വാഭാവികമായും നമ്മൾ ചിന്തിക്കും 2,000 എക്സ്ട്രാ കിട്ടുമല്ലോ. പക്ഷേ കിട്ടുന്ന 2,000 ആഫ്റ്റർ 2 years ഈ 10,000ൻ്റെ വാല്യൂ ഉണ്ടോ എന്ന് നോക്കുന്നതിലാണ് നമ്മൾ ടൈം വാല്യൂ ഓഫ് മണി എന്ന് പറയുന്നത്. ടൈം വാല്യൂ ഓഫ് മണിയിൽ ഡിസ്കൗണ്ടിങ് ടെക്നിക്സ് യൂസ് ചെയ്താണ് നമ്മൾ അതിൻ്റെ വാല്യൂ ഇന്നത്തെ പ്രസൻറ്റ് വാല്യൂ കണ്ടുപിടിക്കുന്നത്. MAയിൽ ഡിസ്കൗണ്ടിങ് ക്യാഷ് ഫ്ലോ ടെക്നിക്സ് കണ്ടുപിടിക്കാൻ നമ്മൾ 3 മെത്തേഡ്സാണ് ഉപയോഗിക്കുന്നത്. ഒന്ന് NPV അഥവാ നെറ്റ് പ്രസൻറ്റ് വാല്യൂ, രണ്ടാമത്തത് ഇൻ്റഗ്രേറ്റഡ് റേറ്റ് ഓഫ് റിട്ടേൺ, മൂന്നാമത്തത് ഡിസ്കൗണ്ടഡ് പേ ബാക്ക് പീരീഡ്. നമ്മളപ്പോൾ ഇന്ന് ചെയ്യാൻ പോകുന്നത് നെറ്റ് പ്രസൻറ്റ് വാല്യൂ അഥവാ NPV എന്നത് എന്താണെന്നറിയാനാണ്. NPV എന്ന് വെച്ചാൽ നമുക്ക് ഈ ഒരു പ്രൊജക്റ്റ് തുടങ്ങിക്കഴിഞ്ഞിട്ടുള്ള എല്ലാ ക്യാഷ് ഫ്ലോസും ഇൻഫ്ലോയുടെയും ഔട്ട്ഫ്ലോയുടെയും പ്രസൻറ്റ് വാല്യൂ എടുത്തിട്ട് അതിൻ്റെ നെറ്റ് എമൗണ്ട് എത്രയാണെന്ന് നോക്കുന്നതാണ്. ഇപ്പോൾ ഒരു പ്രൊജക്റ്റിൻ്റെ NPV പോസിറ്റീവ് ആണെങ്കിൽ നമ്മൾ ആ പ്രൊജക്റ്റ് അക്സെപ്റ്റ് ചെയ്യും, അത് നെഗറ്റീവ് ആണെങ്കിൽ നമ്മൾ ആ പ്രൊജക്റ്റ് റിജക്റ്റ് ചെയ്യും. അപ്പോൾ NPVയിൽ കൺസിഡർ ചെയ്യുന്ന ക്യാഷ് ഫ്ലോസ് എന്ന് പറയുന്നത് ക്യാഷ് ഔട്ട്ഫ്ലോ ഉണ്ട്, നമുക്ക് വരുന്ന എക്സ്പെൻസസിനെയാണ് ഔട്ട്ഫ്ലോ എന്ന് പറയുന്നത്, അതിൻ്റെ പ്രസൻറ്റ് വാല്യൂ കണ്ടുപിടിക്കും. അതുപോലെ തന്നെ ക്യാഷ് ഇൻഫ്ലോസ്, ഈ ഒരു പ്രൊജക്റ്റ് കാരണം നമുക്ക് കിട്ടുന്ന ഇൻകം, അതിനെയാണ് ക്യാഷ് ഇൻഫ്ലോസ് എന്ന് പറയുന്നത്. അതും കണ്ടുപിടിച്ച് ഇത് രണ്ടിൻ്റെയും പ്രസൻറ്റ് വാല്യൂ കണ്ടുപിടിച്ചിട്ട് പോസിറ്റീവ് ആകുമ്പോൾ നമ്മൾ NPV അക്സെപ്റ്റ് ചെയ്യും. പ്രസൻറ്റ് വാല്യൂ എങ്ങനെയാണ് കണ്ടുപിടിക്കുന്നത് എന്ന് വെച്ചാൽ പ്രസൻറ്റ് വാല്യൂ ഇസ് ഈക്വൽ ടു ഫ്യൂച്ചർ വാല്യൂ ഇൻറ്റു ഡിസ്കൗണ്ട് ഫാക്ടർ. ഈ ഭാവിയിൽ നമുക്ക് കിട്ടാൻ പോകുന്ന ക്യാഷ് ഫ്ലോസിനെയാണ് ഫ്യൂച്ചർ വാല്യൂ എന്ന് പറയുന്നത്. ആ ഫ്യൂച്ചർ വാല്യൂവിൻ്റെ ഇന്നത്തെ വില അറിയാൻ, ഇന്നത്തെ മൂല്യം അറിയുന്നതാണ് പ്രസൻറ്റ് വാല്യൂ. ആ ഒരു പ്രസൻറ്റ് വാല്യൂ കണ്ടുപിടിക്കണമെങ്കിൽ ഫ്യൂച്ചർ വാല്യൂസിനെ നമ്മൾ ഡിസ്കൗണ്ട് ഫാക്ടർ അഥവാ റേറ്റ് ഓഫ് റിട്ടേൺ വെച്ച് മൾട്ടിപ്ലൈ ചെയ്യണം. ഡിസ്കൗണ്ട് ഫാക്ടേഴ്സ് എപ്പോഴും ഒരു സ്പെസിഫിക് പീരീഡിലോട്ട് ആ ഒരു ഫ്യൂച്ചറിലെ വാല്യൂവിനെ ഡിഡക്റ്റ് ചെയ്ത് കൊണ്ടുവരുന്നതിനെയാണ് ഡിസ്കൗണ്ട് ഫാക്ടർ എന്ന് പറയുന്നത്. ഡിസ്കൗണ്ട് ഫാക്ടർ കണ്ടുപിടിക്കാൻ 1+i⁻n അഥവാ 1/1+r⁴n എന്ന ഫോർമുലയാണ് ഉപയോഗിക്കുന്നത്. ഈ ഫോർമുല ഉപയോഗിച്ചില്ലെങ്കിൽ തന്നെ ACCA നമുക്ക് വേണ്ടി അന്യൂറ്റി ഫാക്ടർ അഥവാ ഡിസ്കൗണ്ട് ഫാക്ടറിൻ്റെ ഒരു ടേബിൾ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ആ ടേബിൾ വെച്ചും നമുക്ക് ഡിസ്കൗണ്ട് റേറ്റ്സ് കണ്ടുപിടിക്കാവുന്നതാണ്. ഇതിൽ ഇപ്പോൾ 6% ആണ് ഡിസ്കൗണ്ട് പെർസെൻറ്റേജ് എങ്കിൽ അതിന് ഫസ്റ്റ് ഇയർ വരുന്ന ഡിസ്കൗണ്ട് റേറ്റ് ആണ് 0.943. നേരത്തെ പറയുന്ന ഇക്വേഷനിലോട്ട് നമ്മൾ വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ ഫസ്റ്റ് ഇയറിൽ കിട്ടുന്ന വാല്യൂ ആണ് 0.943, സെക്കൻഡ് ഇയറിൽ കിട്ടുന്നത് 0.890. അതുപോലെ ഇപ്പോൾ 5th ഇയറിൽ 6% ഡിസ്കൗണ്ട് റേറ്റ് വെച്ച് 5th ഇയറിൽ നമ്മൾ ഡിസ്കൗണ്ട് ചെയ്യുമ്പോൾ കിട്ടുന്ന വാല്യൂ ആണ് 0.747. ഇതൊരു NPV എന്താണെന്ന് മനസ്സിലാക്കാൻ നമുക്കൊരു ക്വസ്റ്റ്യനും കൂടി ചെയ്ത് നോക്കിയാൽ മനസ്സിലാവും. ക്വസ്റ്റ്യൻ വായിക്കാം. എ കമ്പനി ഈസ് കൺസിഡറിങ് സ്റ്റാർട്ടിങ് എ ന്യൂ പ്രൊജക്ട്. The following would begin immediately and last for 3 years. The following information is about the project. The startup cost is 100,000. ഈ സ്റ്റാർട്ടപ്പ് കോസ്റ്റ് എന്ന് പറയുന്നത് കമ്പനിയുടെ ഇനിഷ്യൽ ഇൻവെസ്റ്റ്മെൻ്റ് ആണ്. ഈ ഇനിഷ്യൽ ഇൻവെസ്റ്റ്മെൻറ്റ് നമുക്ക് വേണ്ട ഒരു വാല്യൂ ആണ്. ആ ഒരു കമ്പനി തുടങ്ങുമ്പോഴേക്ക് ഉപയോഗിക്കുന്ന 100,000. അതുപോലെ തന്നെ ഇൻക്ലൂഡ്സ് മിഷനറി വിത്ത് നോ റീസെയിൽ വാല്യൂ. ഇറ്റ് കോസ്റ്റ് 20,000 ടു ഡിസ്പോസ് ദ മിഷനറി. ഈ 20,000 എന്ന് പറയുന്ന വാല്യൂ നമ്മൾ ഈ പ്രൊജക്റ്റ് തീർന്നു കഴിയുമ്പോൾ എൻഡ് ഓഫ് ദ പ്രൊജക്റ്റിൻ്റെ ലൈഫിൻ്റെ എൻഡ്, ഈ പ്രൊജക്റ്റ് എത്ര വർഷത്തേക്കുള്ള പ്രൊജക്റ്റാണ്? 3 yearsലോട്ട്. ഈ 3rd ഇയർ ഈ പ്രൊജക്റ്റ് കഴിയുമ്പോഴേക്കും ഈ സ്റ്റാർട്ടപ്പ് കോസ്റ്റിലുള്ള മിഷനറി നമ്മൾ ഡിസ്പോസ് ചെയ്യാൻ ഉപയോഗിക്കുമ്പോൾ വരുന്ന കോസ്റ്റാണ് -20,000. ഇനിഷ്യൽ റിസർച്ച് കോസ്റ്റിംഗ് ഓഫ് 2,500 ഹാസ് പ്രൊവൈഡ് ഇൻഫർമേഷൻ അബൌട്ട് ദ എക്സ്പെക്റ്റഡ് കോസ്റ്റ് ആൻഡ് റവന്യൂ ഓഫ് ദ പ്രൊജക്ട്.
ഈ റിസർച്ച് കോസ്റ്റിംഗ് ഓഫ് 2500 നമ്മൾ ഒരിക്കലും NPV കണ്ടുപിടിക്കുമ്പോഴേക്ക് യൂസ് ചെയ്യത്തില്ല. കാരണം റിസർച്ച് കോസ്റ്റ് എന്ന് പറയുന്നത് റിസർച്ച് ചെയ്യുന്നത് എപ്പോഴാണ്? പ്രൊജക്റ്റ് ബിഗിൻ ചെയ്യുന്നതിന് മുന്നെയാണ്. അപ്പോൾ അത് ഓൾറെഡി ഒരു സങ്ക് കോസ്റ്റ് ആണ്. പ്രൊജക്റ്റ് ഇനിഷ്യേറ്റ് ചെയ്യുമ്പോൾ നമ്മൾ റിസർച്ച് കോസ്റ്റ് കൺസിഡർ ചെയ്യത്തില്ല. റിസർച്ച് കോസ്റ്റ് ഇസ് എ സങ്ക് കോസ്റ്റ്. അത് ഈ പ്രൊജക്റ്റ് നമ്മൾ തുടങ്ങുന്നതിന് മുന്നേ ആ ഒരു പ്രൊജക്റ്റിനെ പറ്റി റിസർച്ച് ചെയ്തപ്പോൾ ഉണ്ടായ എക്സ്പെൻസ്. അത് നമ്മൾ നെറ്റ് പ്രസൻറ്റ് വാല്യൂ, പ്രൊജക്റ്റിൻ്റെ പ്രസൻറ്റ് വാല്യൂ കണ്ടുപിടിക്കാൻ ഈ റിസർച്ച് കോസ്റ്റ് നമ്മൾ ഉപയോഗിക്കില്ല. അതുകൊണ്ട് റിസർച്ച് കോസ്റ്റിൻ്റെ ആവശ്യം നമുക്ക് വരുന്നില്ല. ദ ആനുവൽ ക്യാഷ് സെയിൽസ് വിൽ ബി 60,000. ഇതാണ് ഈ പ്രൊജക്റ്റിൽ നിന്നും നമുക്ക് വരുന്ന ഇൻഫ്ലോ. 60,000 ആനുവൽ സെയിൽസ് നമുക്കുണ്ടാവും. ഈ ഒരു പ്രൊജക്റ്റ് തുടങ്ങിയാൽ എല്ലാ വർഷവും 60,000 നമുക്ക് ഇൻകം വരും. അതാണ് ക്യാഷ് ഇൻഫ്ലോ വരുന്നത്. ആൻഡ് ഇയർലി കോസ്റ്റ് ഓഫ് 30% ഓഫ് ദ സെയിൽസ് റവന്യൂ. സെയിൽസ് റവന്യൂ എത്രയാണ്? 60,000. ഈ 60,000ൻ്റെ 30% നമുക്കൊരു ഔട്ട്ഫ്ലോ ആയിട്ട് സെയിൽസ് കോസ്റ്റ് ആയിട്ടും വരും, ഇയർലി കോസ്റ്റ് ആയിട്ടും. ആൻഡ് കമ്പനി ആസ് എ കോസ്റ്റ് ഓഫ്, ഈ കോസ്റ്റ് ഓഫ് ക്യാപിറ്റലിനാണ് ഡിസ്കൗണ്ട് ഫാക്ടർ റേറ്റ്. ഈ ഡിസ്കൗണ്ട് ഫാക്ടർ റേറ്റ് വെച്ച് വേണം നമ്മൾ ഈ പ്രൊജക്റ്റ് ഡിസ്കൗണ്ട് ചെയ്ത് പ്രസൻറ്റ് വാല്യൂയിലോട്ടാക്കാൻ. ഇപ്പം ഈ ഒരു ക്വസ്റ്റ്യനിൽ ഞാൻ നേരത്തെ കാണിച്ചു തന്ന ടേബിൾ യൂസ് ചെയ്യേണ്ട ആവശ്യമില്ല. കാരണം അവർ ഇയറും ഡിസ്കൗണ്ട് ഫാക്ടറും ക്വസ്റ്റ്യനിൽ നമുക്ക് പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. ഇനി ഇത് എങ്ങനെയാണ് ചെയ്യുന്നതെന്നുള്ളതിന് വേണ്ടി ഞാൻ എക്സലിലോട്ട് ഈ ക്വസ്റ്റ്യൻ എടുത്ത് സ്ക്രീൻഷോട്ട് ഇട്ടിട്ടുണ്ട്. നമുക്ക് എക്സലിൽ നോക്കാം. നെക്സ്റ്റ് ഉള്ള ക്വസ്റ്റ്യനിൽ ഇയേഴ്സ് 3 ഇയർ പ്രൊജക്റ്റാണ്. നമ്മൾ 0, 1, 2, 3 തേർഡ് ഇയർ വരെ ഈ പ്രൊജക്റ്റ് എടുത്തിട്ടുണ്ട്. 0th ഇയറിലായിരിക്കും നമ്മൾ ഇനിഷ്യൽ ഇൻവെസ്റ്റ്മെൻറ്റ് കാണിക്കുന്നത്. കാരണം ഇനിഷ്യൽ ഇൻവെസ്റ്റ്മെൻറ്റ് എന്ന് പറയുന്നത് ഈ പ്രൊജക്റ്റ് തുടങ്ങുന്ന നേരത്തുള്ളൊരു ഇൻവെസ്റ്റ്മെൻ്റ് ആണ്, ബിഫോർ ദ പ്രൊജക്ട് സ്റ്റാർട്ട്സ്. അപ്പം നമ്മൾ ഒരു ഇയറിൻ്റെ ബിഗിനിങ്ങിലുള്ള എക്സ്പെൻസസ് എപ്പോഴും പ്രീവിയസ് ഇയറിൽ കാണിക്കുന്നത് പോലെ തന്നെ ഇനിഷ്യൽ ഇൻവെസ്റ്റ്മെൻറ്റ് എപ്പോഴും 0th ഇയറിൽ 100,000 മൈനസ് 100,000 ആയിട്ട് നമ്മൾ കാണിക്കണം. സ്റ്റാർട്ടപ്പ് കോസ്റ്റിനെയാണ് നമ്മൾ ഇനിഷ്യൽ ഇൻവെസ്റ്റ്മെൻറ്റ് എന്ന് പറയുന്നത്. പിന്നെ പറയുന്നുണ്ട് ഡിസ്പോസൽ കോസ്റ്റ് എന്നാണ് കാണിക്കുന്നത് ഈ പ്രൊജക്റ്റിൻ്റെ യൂസ്ഫുൾ ലൈഫ് തീരുമ്പോൾ. എന്ന് വെച്ചാൽ ഫൈനൽ ഇയറിലും നമുക്കൊരു -20,000 ഡിസ്പോസിബിൾ കോസ്റ്റും വരുന്നുണ്ട്. പിന്നെ ഉള്ളത് ഇൻഫ്ലോ എന്നതാ 60,000 നമുക്ക് ആനുവൽ ക്യാഷ് സെയിൽസിൽ വരുന്ന ഒരു ഇൻഫ്ലോ ഉണ്ട്. അത് എല്ലാ വർഷവും ഫ്രം ഇയർ 1, അത് ഇയർ 1ൻ്റെ എൻഡിലാണ് നമുക്ക് വരുന്നത്. പ്രൊജക്റ്റ് സ്റ്റാർട്ട് ചെയ്ത ശേഷമാണ് വരുന്നത് 60,000. അപ്പോൾ ഇയർ 1ലും 60,000, ഫോർ ദ കണ്ടിന്യൂസ് ഓൾ 3 ഇയേഴ്സിൽ നമുക്ക് വരുന്ന ഇൻഫ്ലോ ആണ് 60,000. അതേപോലെ തന്നെ അവർ പറയുന്നുണ്ട് ഈ 60,000ൻ്റെ 30% നമുക്ക് കോസ്റ്റ് ആയിട്ട് വരും. അപ്പോൾ എല്ലാ വർഷവും കോസ്റ്റ് ആയിട്ടും ഇയർ 1, 2, 3 ഓൾ 3 ഇയേഴ്സിലും 30,000ൻ്റെ നമുക്കൊരു എക്സ്പെൻസും വരുന്നുണ്ട്. അപ്പം നമുക്ക് ഇത്രയും കിട്ടിയിട്ടുണ്ട്. ഇതിൽ നിന്നും ഇനി ടോട്ടൽ ക്യാഷ് ഫ്ലോ എന്ന് പറയുന്നത് എന്താ? ഈ വരുന്ന ഔട്ട്ഫ്ലോയും ഇൻഫ്ലോയും കൂടി നമ്മൾ ആഡ് ചെയ്യുമ്പോൾ കിട്ടുന്നതാണ് നമ്മുടെ ആ വർഷത്തെ ക്യാഷ് ഫ്ലോ എന്ന് പറയുന്നത്. എല്ലാ വർഷത്തെയും ക്യാഷ് ഫ്ലോ കണ്ടുപിടിക്കുമ്പോൾ നമുക്ക് കിട്ടുന്ന ടോട്ടൽ ക്യാഷ് ഫ്ലോ ആണ് ഇത്. ഈ കിട്ടിയേക്കുന്ന ടോട്ടൽ ക്യാഷ് ഫ്ലോനെ നമുക്ക് തന്നേക്കുന്ന ഡിസ്കൗണ്ട് ഫാക്ടറായ കോസ്റ്റ് ഓഫ് ക്യാപിറ്റൽ 6%, ഇത് വെച്ച് മൾട്ടിപ്ലൈ ചെയ്യുമ്പോഴാണ് ആ വർഷത്തെ പ്രസൻറ്റ് വാല്യൂ കണ്ടുപിടിക്കുന്നത്. ആ വർഷത്തെ അല്ല, ടോട്ടൽ പ്രസൻറ്റ് വാല്യൂ നമുക്ക് കിട്ടുന്നത്. അപ്പോൾ ഡിസ്കൗണ്ട് ഫാക്ടറിൻ്റെ വാല്യൂസ് നമുക്ക് ഡയറക്റ്റ് തന്നിട്ടുണ്ട്. ഇയർ 0യിലായിരിക്കും എപ്പോഴും 1 കാണിക്കുന്നത്. ഇയർ 1ലെ വാല്യൂ തന്നിട്ടുണ്ട് 0.943, ഇയർ 2ൽ 0.890, ലാസ്റ്റ് ഇയർ 0.840. ഇതിപ്പോൾ ക്വസ്റ്റിന് തന്നിട്ടില്ലായിരുന്നെങ്കിൽ നമുക്ക് അന്യൂറ്റി ഫാക്ടർ ടേബിൾ വെച്ചും കണ്ടുപിടിക്കാം. ടേബിൾ വെച്ച് കണ്ടുപിടിക്കുന്നതാണെങ്കിൽ ഞാൻ നേരത്തെ കാണിച്ചതുപോലെ തന്നെ 6% ഡിസ്കൗണ്ട് ഫാക്ടർ വെച്ച് ഫസ്റ്റ് ഇയർ 0.943, സെക്കൻഡ് ഇയർ 0.890, തേർഡ് ഇയർ 0.840. അത് തന്നെയാണ് നമുക്കിവിടെ കിട്ടിയേക്കുന്ന വാല്യൂസും. ഇനി ഈ ഡിസ്കൗണ്ട് ഫാക്ടറിനെയും ടോട്ടൽ ക്യാഷ് ഫ്ലോസിനെയും മൾട്ടിപ്ലൈ ചെയ്യുമ്പോഴേക്ക് നമുക്ക് പ്രസൻറ്റ് വാല്യൂ കിട്ടും. ഈ കിട്ടുന്ന പ്രസൻറ്റ് വാല്യൂവിൻ്റെ സം, അത് നെറ്റ് പ്രസൻറ്റ് വാല്യൂ ആണ് നമുക്ക് NPV എന്ന് കണ്ടുപിടിക്കുന്നത്. ഈ NPV പോസിറ്റീവ് ആണെങ്കിൽ നമ്മൾ ഈ പ്രോജക്റ്റ് അക്സെപ്റ്റ് ചെയ്യും. ഈ കിട്ടുന്ന NPV നെഗറ്റീവ് ആണെങ്കിൽ നമ്മൾ ഈ പ്രോജക്റ്റ് റിജക്റ്റ് ചെയ്യും. നമുക്ക് നോക്കാം ഈ പ്രൊജക്റ്റിൻ്റെ NPV പോസിറ്റീവ് ആണോ അല്ലയോ എന്ന്. NPV കിട്ടിയേക്കുന്ന നെഗറ്റീവിലാണ്. അപ്പോൾ ഈ നെഗറ്റീവ് NPV എന്ന് പറയുമ്പം ഈ പ്രൊജക്റ്റ് നമുക്ക് ഇൻവെസ്റ്റ് ചെയ്യുന്നത് വർത്ത് അല്ല. നെഗറ്റീവ് NPV വരുമ്പം നമുക്ക് ഈ പ്രൊജക്റ്റ് ഇൻവെസ്റ്റ് ചെയ്തുകൊണ്ട് കിട്ടുന്ന നമുക്ക് വരുന്നത് ഒരു നെഗറ്റീവ് ആയിട്ടുള്ള ഫിഗർ ആയിരിക്കും. അത് നമുക്ക് വർത്ത് അല്ല. അതുകൊണ്ട് നമ്മൾ ഈ പ്രൊജക്റ്റ് റിജക്റ്റ് ചെയ്യും. ഇങ്ങനെയാണ് NPV കണ്ടുപിടിക്കുന്ന ഒരു ക്വസ്റ്റ്യൻ തന്ന. ഇനിയുള്ളത് അഡ്വാൻറ്റേജസ് ആൻഡ് ഡിസഡ്വാൻറ്റേജസ് ഓഫ് NPV എന്നത് ഉപയോഗിച്ച് നമ്മൾ ഒരു ഇൻവെസ്റ്റ്മെൻറ്റ് അപ്രൈസലിൽ ഒരു പ്രൊജക്റ്റിനെ ഡിസൈഡ് ചെയ്യുമ്പോഴേക്കുള്ള അഡ്വാൻറ്റേജസും ഡിസഡ്വാൻറ്റേജസും. എന്താണ് അഡ്വാൻറ്റേജ്? ദ NPV മെത്തേഡ് കൺസിഡേഴ്സ് ദ ടൈം വാല്യൂ ഓഫ് മണി. നമ്മൾ ഡിസ്കൗണ്ട് ഫാക്ടർ വെച്ച് ചെയ്യുമ്പോഴേക്ക് ഫ്യൂച്ചറിൽ കിട്ടുന്ന ക്യാഷ് ഫ്ലോസിനെ പ്രസൻറ്റ് വാല്യൂയിലോട്ട് ആക്കുന്നുണ്ട്. അതിനെയാണ് ടൈം വാല്യൂ ഓഫ് മണി എന്ന് പറയുന്നത്. ഫ്യൂച്ചറിൽ ഒരു 12,000 കിട്ടുമ്പോൾ ആ 12,000 ഇന്ന് എത്രയാണ് മൂല്യം, അതിനെയാണ് നമ്മൾ ഡിസ്കൗണ്ട് ചെയ്ത് പ്രസൻറ്റ് വാല്യൂ വെച്ച് കണ്ടുപിടിക്കുന്നത്. NPV മെത്തേഡ് കൺസിഡേഴ്സ് ദ ടൈം വാല്യൂ ഓഫ് മണി. NPV is an absolute measure of return presented in monetary terms and not as a percentage. NPV നമ്മൾ കൺസിഡർ ചെയ്ത് എങ്ങനെയാണ്? നമുക്ക് കിട്ടുന്ന ക്യാഷ് ഇൻഫ്ലോസും ഔട്ട്ഫ്ലോസും കൺസിഡർ ചെയ്താണ്. ഇൻഫ്ലോസും ഔട്ട്ഫ്ലോസും കൺസിഡർ ചെയ്യുമ്പോൾ നമ്മൾ ഒരു പെർസ്പെക്റ്റീവ് എടുത്തല്ല ചെയ്യുന്നത്. അതുകൊണ്ട് പെർസെൻറ്റേജിൽ അത് കൺസിഡർ ചെയ്യുന്നില്ല.
NPV മെത്തേഡ് യൂസസ് ക്യാഷ് ഫ്ലോസ്, നേരത്തെ പറഞ്ഞ പോലെ, റാദർ ദാൻ പ്രോഫിറ്റ്. നമുക്ക് വരുന്ന പ്രോഫിറ്റ് അല്ല, നമ്മൾ എല്ലാ ഇൻഫ്ലോസും ഔട്ട്ഫ്ലോസും നമ്മൾ NPV യൂസ് ചെയ്ത് കണ്ടുപിടിക്കുന്നുണ്ട്. യൂസിങ് ക്യാഷ് ഫ്ലോസ് ആണ്, നമ്മൾ പ്രോഫിറ്റ് അല്ല യൂസ് ചെയ്യുന്നത്. പ്രോഫിറ്റ് ഉപയോഗിക്കാത്തപ്പോഴേക്ക് നമുക്ക് വരുന്ന എല്ലാ ഇൻഫ്ലോസും ഔട്ട്ഫ്ലോസിൻ്റെയും നെറ്റ് വാല്യൂ ആണ് കണ്ടുപിടിക്കുന്നത്. NPV മെത്തേഡ് കൺസിഡേഴ്സ് ദ ഹോൾ ലൈഫ് ഓഫ് ദ ഇൻവെസ്റ്റ്മെൻറ്റ്. ഹോൾ ലൈഫ് ഓഫ് ദ ഇൻവെസ്റ്റ്മെൻറ്റ് എന്ന് പറയുമ്പോൾ 3 ഇയർ ലൈഫിലുള്ള ഒരു ഇൻവെസ്റ്റ്മെൻറ്റ് ഇപ്പോൾ ചെയ്തപ്പോൾ നമ്മൾ ഹോൾ 1 to 3 ഇയേഴ്സിലെയും ഇൻഫ്ലോസും ഔട്ട്ഫ്ലോസും കൺസിഡർ ചെയ്ത് ഏതെങ്കിലും ഒരു വർഷത്തെ മാത്രം എടുത്തല്ല നമ്മൾ NPV കാൽക്കുലേറ്റ് ചെയ്യുന്നത്. ഇനി ഇതിൻ്റെ ഡിസഡ്വാൻറ്റേജ് എന്നാ? NPV മെത്തേഡ് ഈസ് കോംപ്ലിക്കേറ്റഡ് ഫോർ നോൺ ഫിനാൻഷ്യൽ മാനേജേഴ്സ് ടു അണ്ടർസ്റ്റാൻഡ്. ഇതിൻ്റെ കാൽക്കുലേഷൻസും ഇതിൻ്റെ യൂസ് ചെയ്യുന്ന രീതിയും കുറച്ച് കോംപ്ലിക്കേറ്റഡ് ആണ്. അത് ചിലപ്പം അതിനെപ്പറ്റി അറിവോ എക്സ്പീരിയൻസോ ഇല്ലാത്ത ഒരു ഫിനാൻസ് മാനേജേഴ്സിന് അത് യൂസ് ചെയ്യാനായിട്ട് പാടായിരിക്കും. പിന്നെ അതുപോലെ തന്നെ ജഡ്ജ്മെൻറ്റ് ഓഫ് ദ ഫിനാൻസ് മാനേജറാണ് ഇവിടെ യൂസ് ചെയ്യുന്നത്. എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള ഒരാൾക്കേ ഉള്ളൂ. ഇപ്പോൾ ഡിസ്കൗണ്ട് ഫാക്ടർ അത് എപ്പോഴും ഒരു എസ്റ്റിമേഷനാണ്, എത്രയാണ് ഡിസ്കൗണ്ട് ഫാക്ടർ ഉപയോഗിക്കേണ്ടത് എന്നുള്ളത്. ആ ഒരു എസ്റ്റിമേഷൻ അറിയണം നമുക്ക് എക്സ്പീരിയൻസും ഈ ഒരു ഫീൽഡിൽ അറിവുള്ള ഒരു ഫിനാൻഷ്യൽ മാനേജേഴ്സിനെ ഈ NPV മെത്തേഡ് യൂസ് ചെയ്യാൻ പറ്റത്തുള്ളൂ. എസ്റ്റിമേഷൻസ് ആകുമ്പോൾ എപ്പോഴും അത് അക്യുറേറ്റ് ആവണമെന്നില്ല, ചിലപ്പം വ്യത്യാസം വരാം ഡ്യൂ ടു മാർക്കറ്റ് കണ്ടീഷൻസ്. അപ്പോൾ ഇതാണ് NPV കാൽക്കുലേറ്റ് ചെയ്യുന്ന രീതിയും NPV എന്താണെന്നും NPVയുടെ അഡ്വാൻറ്റേജസും ഡിസഡ്വാൻറ്റേജസും. അപ്പം ഇന്നത്തെ ഇൻവെസ്റ്റ്മെൻറ്റ് അപ്രൈസലിലെ ടോപ്പിക്ക് കഴിഞ്ഞു. എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യുക. നമ്മുടെ മെൻറ്റേഴ്സ് നിങ്ങളെ അസിസ്റ്റ് ചെയ്യുന്നതായിരിക്കും. താങ്ക് യു.